നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. 2025 മെയ് 14 ബുധനാഴ്ച രാത്രി 10:36 വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നത്. ഏകദേശം ഒരു വർഷമാണ് വ്യാഴം ഒരു രാശിയിൽ നിൽക്കുക. അങ്ങനെ 12 രാശിയിലും കൂടി സഞ്ചരിക്കുമ്പോൾ 12 വർഷം നിന്ന സ്ഥലത്ത് വീണ്ടും തിരിച്ചു വരാൻ മിഥുനത്തിൽ മെയ് 14 മിഥുനത്തിൽ പ്രവേശിക്കുന്നത് 12 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മിഥുനത്തിൽ വരുമെന്നാണ് കണക്ക്. അതിനെയാണ് ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത്. 12 വർഷം, അതായത് ഒരു രാശിയിൽ ഒരു വർഷം വീതം. എന്നാൽ ഇടയ്ക്ക് വ്യാഴം അതിചാരം കൊണ്ട് കർക്കിടകത്തിലേക്കും പിന്നീട് തിരിച്ച് മിഥുനത്തിലേക്കും വരുന്നുണ്ട്. ഈ 2025 മെയ് മുതൽ 2026 മെയ് വരെ, മെയ്ക്കകം. അപ്പോൾ സ്വാഭാവികമായും അത് ആ സമയത്ത് പറയേണ്ട കാര്യങ്ങളാണ്. എന്നാലും പൊതുവേ ഇപ്പോൾ വ്യാഴം മിഥുനം രാശിയിൽ പ്രവേശിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം കാര്യങ്ങൾ പറയുവാൻ. അപ്പോൾ ഓരോ കൂറിനും 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന ഓരോ കൂറിനും ഈ വ്യാഴമാറ്റം എങ്ങനെയാണ് എന്ന് നോക്കാം. പ്രധാനമായും ശനിയുടെ മാറ്റവും വ്യാഴമാറ്റവും പിന്നെ രാഹുകേതുക്കളുടെ മാറ്റവുമാണ് സാധാരണ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ വ്യാഴമാറ്റത്തിന് ഒരുപാട് പ്രാധാന്യം ഉണ്ട്. എന്നാൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ആമുഖം ഒരുപാട് പറഞ്ഞ് സമയം കളയുന്ന ഒരാളല്ല ഞാൻ, എങ്കിലും പറയുന്നു, വ്യാഴം പോകുന്നത് അതിൻ്റെ ബന്ധു രാശിയിലേക്കല്ല, മറിച്ച് ശത്രു രാശിയിലേക്കാണ്. ബുധൻ വ്യാഴത്തിൻ്റെ പത്നിയെ കാമിച്ചത് മൂലം അല്ലെങ്കിൽ പ്രാപിച്ചത് മൂലം ഉണ്ടായ ഒരു ദേഷ്യം, ഒരു ശാപം ബുധൻ്റെ മേൽ വ്യാഴത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ വ്യാഴം ബുധൻ്റെ ക്ഷേത്രങ്ങളായ മിഥുനത്തിലും കന്നിയിലും വേണ്ടത്ര ശോഭിക്കില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. അതുപോലെ ചന്ദ്രനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിലും വ്യാഴം അതിൻ്റെ കേന്ദ്രഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ കേന്ദ്രാധിപത്യ ദോഷം എന്ന ദോഷം കൂടെ വരുന്നുണ്ട്. അതും പ്രത്യേകമായി ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ വ്യാഴം വേണ്ടത്ര ബലവാനല്ല. ഭാവം കൊണ്ട് പലർക്കും ഗുണം ചെയ്യുമെങ്കിലും മിഥുനം രാശിയിലും കന്നി രാശിയിലും വേണ്ടത്ര ബലവാനല്ല എന്ന കാര്യം മറക്കാതെ ഇരിക്കുക. ആദ്യം മേടക്കൂർ, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 3-ാം ഭാവത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം. 3-ലെ വ്യാഴം അത്ര ഗുണമല്ല. സാമ്പത്തികം പരുങ്ങലിലാവാനുള്ള സാധ്യതയാണ് പ്രധാനമായും 3-ലേക്ക് വ്യാഴം പോകുമ്പോൾ പറയുക. മാത്രമല്ല 7.5 ശനി തുടങ്ങിക്കഴിഞ്ഞു മേടക്കൂറുകാർക്ക്. അപ്പോൾ ഒന്നുകിൽ ജനിച്ച സമയത്ത് വ്യാഴം വളരെ ബലവാനായിട്ട് ഇഷ്ടഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ ഈ ചന്ദ്രാൽ, അതായത് ഗോചരാൽ 3-ൽ പോകുന്ന കാലം, ഒരു വർഷം സാമാന്യം വലിയ ദോഷങ്ങൾ ഉണ്ടാകില്ല എന്ന് ചിന്തിക്കണം. എന്നാലും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണം. അനാമത്ത് ചെലവുകൾ നിയന്ത്രിക്കണം. യാത്ര വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തങ്ങളുടെ വ്യക്തിത്വം തകരുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം സൂചനകൾ അത് നൽകുകയാണ്. കാരണം മോശപ്പെട്ട സ്വഭാവങ്ങൾ ആരുടെത്തെങ്കിലുമൊക്കെ പ്രകടിപ്പിക്കാം. അതിൻ്റെ ഫലമായി സമൂഹത്തിലും അറിയാവുന്ന ആളുകൾക്കിടയിലുമൊക്കെ മോശമായ ഒരു പ്രതിച്ഛായ ഉണ്ടാകാം ഈ നക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. എന്നാൽ സഹോദരങ്ങൾക്ക് താരതമ്യേന ഗുണമായിട്ട് കാണുന്നുണ്ട്. ഇരട്ട മക്കൾക്ക് ആർക്കെങ്കിലുമൊക്കെ ട്വിൻസ് ഉണ്ടെങ്കിൽ അവർക്ക് അത്ര നല്ല ഗുണകരമായൊരു അവസ്ഥയല്ല. ആരോഗ്യകരമായും വളരെ ശ്രദ്ധിക്കണം വ്യാഴം 3-ൽ പോകുമ്പോൾ. അലർജി അസുഖങ്ങൾ, ത്വക്ക് സംബന്ധമായ അസുഖങ്ങൾ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, അതുപോലെ ഉദരം, മഹോദരം പോലെയുള്ള അസുഖങ്ങളുള്ളവർ വളരെ ശ്രദ്ധിക്കണം. വ്യാഴം പൊതുവേ തടിച്ച പ്രകൃതി എന്നാണ് പറയുക. കാരണം വ്യാഴം വിഷ്ണുവിൻ്റെ അംശം. വിഷ്ണു എന്നാൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യാപനം എന്നാണ് വിഷ്ണു എന്ന വാക്കിൻ്റെ സംസ്കൃതത്തിലെ അർത്ഥം, അതായത് വലുതായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഗുരു എന്നാലും വലുത് എന്നർത്ഥമാണ്. അപ്പോൾ സ്വാഭാവികമായും വയറ്, ആ ഭാഗങ്ങളൊക്കെ കുടവയർ പോലെയോ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ വ്യാഴം 3-ൽ സഞ്ചരിക്കുന്ന കാലത്ത് ഇൻറ്റേർണൽ സ്റ്റൊമക്ക് ഡിസോർഡേഴ്സൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയാണ്. ഹ്രസ്വയാത്രകൾ ആയിരിക്കും പരമാവധി വിജയം ഈ സമയത്ത് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കുണ്ടാകുക. ദീർഘദൂര യാത്രകളൊന്നും വലിയ ഗുണം ചെയ്യണമെന്നില്ല. അതുപോലെ ഏറ്റവും പ്രധാനം സാമ്പത്തികം കിട്ടുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കണം. വീരശൂര പരാക്രമ ശ്രമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു നിയന്ത്രണം വരുത്തണം. സാഹസിക കർമ്മങ്ങൾ വിജയത്തിലെത്തണമെന്നില്ല. പഠന സംബന്ധമായ കാര്യങ്ങളായാലും വിദേശവുമായി ബന്ധപ്പെട്ട് പോയി പഠിക്കുന്ന കാര്യത്തിലായാലും ശരി തടസ്സമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ വിദേശത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിലെന്തെങ്കിലും തരത്തിലുള്ള വൈമനസ്യങ്ങളോ വിഷമങ്ങളോ പഠനത്തിൽ ശ്രദ്ധ ഊന്നാൻ സാധിക്കാത്ത അവസരങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. തീർച്ചയായും മറ്റു ഗ്രഹങ്ങൾ ശുഭസ്ഥാനത്ത് വരിക, ദശ, അപഹാരം, ഛിദ്രം ഇതൊക്കെ നന്നായി ഇരിക്കുക. അപ്പോൾ വ്യാഴത്തിൻ്റെ ദോഷവശങ്ങൾക്കും അതുപോലെ ശനി നൽകുന്ന ദോഷവശങ്ങൾക്കും കുറവുണ്ടാകും. എല്ലാത്തിലും പ്രധാനം പ്രാർത്ഥനയാണ്. വ്യാഴദോഷത്തിന് വിഷ്ണുസ്വാമി ക്ഷേത്രത്തിൽ ദർശനവും വ്യാഴാഴ്ച ദിവസം പാൽപ്പായസ നിവേദ്യമോ അല്ലെങ്കിൽ നെയ്വിളക്ക് കത്തിക്കലോ മഞ്ഞപ്പട്ട് സമർപ്പിക്കലോ ഒക്കെ വളരെ നല്ലതാണ്.
ഓം നമോ നാരായണായ എന്ന മന്ത്രം എപ്പോഴും ജപിക്കുന്നതും വളരെ നല്ലതാണ് വ്യാഴം 3-ൽ സഞ്ചരിക്കുന്ന മേടക്കൂറുകാർക്ക്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 2-ാം ഭാവത്തിലോട്ടാണ് സഞ്ചരിക്കുന്നത്. 2 എന്നത് ധനസ്ഥാനമാണ്. ധനകാരകനാണ് വ്യാഴം. അതായത് ധനത്തിൻ്റെ ആധിപത്യം, ധനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ വ്യാഴത്തിനാണ് ഏറ്റവും സുപ്രധാനമായ പങ്കുള്ളത്. അതുകൊണ്ട് തന്നെ ധനകാരകനായ വ്യാഴം ധനഭാവത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ധനം വർദ്ധിക്കാം. ഓൾറെഡി മാർച്ച് 29-ന് ശനി 11-ൽ വന്നു കഴിഞ്ഞു. 11ഉം 2ഉമാണ് ജാതകത്തിൽ ധനഭാവങ്ങൾ. അപ്പോൾ ധനഭാവത്തിലേക്ക് ശനിയും മറ്റൊരു ധനഭാവമായ 2ലേക്ക് വ്യാഴവും വന്നു. സ്വാഭാവികമായും ഇത് ഗുണമാണ്. അതായത് ഇടവക്കൂറിൽപ്പെട്ട കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ അര നക്ഷത്രക്കാർക്ക് പൊതുവെ സാമ്പത്തികമായ ഗുണം ഈ വർഷം ഉണ്ടാവണം. തടസ്സങ്ങൾ മാറി തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ വിജയമുണ്ടാവണം. കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും ഉണ്ടാവണം. കുടുംബ സംബന്ധമായ കാര്യങ്ങളിൽ പണം ഒരു വലിയ ദോഷമായി നിന്നിരുന്നത് മാറി അവിടേക്ക് പണത്തിൻ്റെ ഒരു ഒഴുക്കുണ്ടാവണം. ലോട്ടറി ഉൾപ്പെടെയുള്ള ഭാഗ്യം ഇവർക്ക് അടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിവിധ ഭാഗ്യ നറുക്കെടുപ്പുകളിലും അതുപോലെ മത്സരങ്ങളിലുമൊക്കെ ജയിക്കുവാനുള്ള സാധ്യത. ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥിനികൾക്ക് പരീക്ഷകളിൽ നല്ല വിജയം നേടുവാനും ഉദ്യോഗാർത്ഥികൾക്ക് ഉയർന്ന വിജയം തങ്ങളുടെ അഭിമുഖങ്ങളിലും എഴുത്തു പരീക്ഷകളിലുമൊക്കെ നേടാനും ഒരു വർഷമാണ്. പൊതുവെ ഗുണം കാണുന്നു. യാത്ര കൊണ്ട് ഗുണം കാണുന്നു. പ്രവർത്തനങ്ങൾ അതിൻ്റെ ലക്ഷ്യത്തിലെത്തുന്നു. പ്രവർത്തനങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുന്നു. യോഗ ഗുണങ്ങൾ പൊതുവെ ഇവർക്കിപ്പോൾ സഫലമായി വരുന്നു. അതുകൊണ്ട് തന്നെ പൊതുവെ ഈ പറയുന്ന ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ വ്യാഴമാറ്റം വളരെ ഗുണകരമാണ്. അപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, വ്യാഴം നിൽക്കുന്നത് വേണ്ടത്ര ബലമുള്ള ഒരു രാശിയിലല്ല എന്ന് മനസ്സിലാക്കണം. ശുഭഗ്രഹങ്ങൾക്ക് ബലമുണ്ടെങ്കിലേ ഫലം ദാനം ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണതയുണ്ടാകുകയുള്ളൂ. അതുപോലെ പാപഗ്രഹങ്ങൾക്ക് ബലം കുറയുമ്പോൾ അവർ കൂടുതൽ ക്രൂരന്മാരാകുകയും ചെയ്യുമെന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മിക്കുക. അതായത് പാപഗ്രഹങ്ങൾക്ക് ബലം കുറഞ്ഞാൽ സ്വാഭാവികമായും അവർ കൂടുതൽ ദുഷ്ടത്തരം സമ്മാനിക്കും. എന്നാൽ ശുഭഗ്രഹങ്ങൾക്ക് ബലം കുറഞ്ഞാൽ അവർ ശുഭഫലം ചെയ്യുന്ന കാര്യങ്ങളിൽ കുറവുണ്ടാകും. ഇവിടെ വ്യാഴം ശത്രു രാശിയിലാണ് പോയി നിൽക്കുന്നത്. അത് പ്രത്യേകമായി മനസ്സിലാക്കണം. 2-ാം ഭാവം കൊണ്ട് ഇടവക്കൂറിന് വ്യാഴം നല്ലതാണ്. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, യാത്ര കൊണ്ട് ഗുണം, വിദേശ രാജ്യത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ സ്ഥലത്തോ പഠിക്കുന്നവർക്ക് പഠനവുമായി ബന്ധപ്പെട്ട് ഗുണം, കുടുംബത്തിൽ പൊതുവെ ഉയർച്ച, സാമ്പത്തിക നേട്ടം, തറവാട്ടിൽ ജനിച്ച സ്ഥലത്തുമൊക്കെ ഗുണം, ജോലി സ്ഥലത്ത് ഗുണം, അങ്ങനെ പൊതുവെ ഗുണമാണ് കാണുന്നത്. ദോഷം എന്ന് പറയാൻ ഇവർക്ക് 11-ൽ ശനിയും അതുപോലെ തന്നെ വ്യാഴം 2-ലും സഞ്ചരിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നും കാണുന്നില്ല. പല ദോഷങ്ങളും പരിഹരിക്കപ്പെടുകയും ചെയ്യും. ഈ 11-ാം ഭാവം സർവാഭീഷ്ടം എന്നാണ് പറയുന്നത്. എല്ലാ ആഗ്രഹങ്ങളുടെയും ഇഷ്ടസ്ഥലമാണ് 11. അവിടെ ഒരു ഗ്രഹം ബലവാനായി വന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായും അത് ഗുണമാണ്. അതുകൊണ്ട് പൊതുവെ ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴമാറ്റം ഗുണകരമാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് മകയിരത്തിൻ്റെ 2-ാമത്തെ അര, തിരുവാതിര നക്ഷത്രം, പുണർദത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങൾ, അതായത് പുണർദം മുക്കാൽ. അതായത് മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ചില വീഡിയോയിലൊക്കെ കണ്ടു അവർക്ക് ഗജകേസരി യോഗം വരാൻ പോകുന്നു എന്ന്. ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാ യോഗങ്ങളും ജനിച്ച സമയത്ത് മാത്രമേ ഫലപ്രദമാകുന്ന അവസ്ഥ വലിയ പ്രാമാണിക ഗ്രന്ഥങ്ങളിലൊക്കെ ആചാര്യന്മാർ എഴുതി വച്ചിട്ടുള്ളൂ. ഇതൊക്കെ താൽക്കാലികമായ ഒരു വീഡിയോ ചമയ്ക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന ചില തന്ത്രങ്ങൾ മാത്രമാണ്. ഇതിലൊന്നും പ്രേക്ഷകർ വീണു പോകരുത് എന്ന് പറയുന്നു. കാരണം ഗജകേസരി യോഗം ഉണ്ടാകണമെങ്കിൽ, അല്ല വലിയ ഗുണം മിഥുനക്കൂറിന് ഈ വരുന്ന മെയ് മുതൽ അടുത്ത മെയ് വരെ ഉണ്ടാകണമെങ്കിൽ കഴിഞ്ഞ വർഷം 2024 മെയ് മുതൽ 2025 മെയ് വരെ കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ കരക്കാർക്ക് ഗജകേസരി യോഗം കിട്ടണമായിരുന്നല്ലോ. വ്യാഴം അവിടെയല്ലേ നിന്നിരുന്നത്. എന്നുകൊണ്ട് എന്ത് സംഭവിച്ചു? ഒരു ഗുണവും കിട്ടിയില്ലല്ലോ. എത്രയോ പേർക്ക് ഇടവക്കൂറിൽപ്പെട്ടവർക്ക് 2024-25 മെയ് മാസങ്ങൾ, 2024 മെയ് മുതൽ 2025 മെയ് വരെ ഏറ്റവും ദോഷകരമായ കാലത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു. അപ്പോൾ ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. യോഗം ഉണ്ടാകുന്നത് ജനിച്ച സമയത്ത്. ഇപ്പോൾ ഈ മെയ് 14-ന് ശേഷം അടുത്ത മെയ് 14-നകം വ്യാഴം മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു കുട്ടി ജനിച്ചാൽ അതിന് ഗജകേസരി യോഗമുണ്ടെന്ന് പറയാം. എന്നാൽ പോലും ആ ഗജകേസരി യോഗത്തിന് വില കുറവാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു വ്യാഴം ശത്രുരാശിയിലാണ്. അതുപോലെ ചന്ദ്രൻ മിഥുനൻ രാശിയിൽ വരുമ്പോൾ ചന്ദ്രനും അവിടെ വിലക്കുറവുണ്ട്. കാരണം ബുധൻ്റെ ശത്രുവാണ് ചന്ദ്രൻ. അപ്പോൾ ബലമുള്ള ചന്ദ്രൻ്റെ കേന്ദ്രഭാവങ്ങളിൽ ബലമുള്ള വ്യാഴം നിന്നാലാണ് ഗജകേസരി യോഗം. നിർവചനം അങ്ങനെയാണ്. ബലമില്ലാത്ത വ്യാഴത്തിൻ്റെ കേന്ദ്രത്തിൽ ബലമില്ലാത്ത വ്യാഴം നിന്നാൽ എങ്ങനെയാണ് അതിനെ കേസരി യോഗം എന്ന് പോലും വിളിക്കുക? മാത്രമല്ല ഈ ഗോചരാൽ വരുന്നത് ഒരിക്കലും യോഗങ്ങൾ അല്ല, അത് മനസ്സിലാക്കുക.
അപ്പോൾ എന്താണ് മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴമാറ്റം കൊണ്ടുണ്ടാകാൻ സാധ്യത? 12-ൽ നിന്നിരുന്ന വ്യാഴം ജന്മത്തിലോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്. കാരണം 12-ൽ നിന്നിരുന്നപ്പോൾ അധിക ചിലവാണ്. ഈ അധിക ചിലവ് വരുമാനം വർദ്ധിച്ചിട്ടില്ല എന്നും കൂടെ മനസ്സിലാക്കണം. കാരണം മെയ് വരെ 9-ൽ ശനി സഞ്ചരിച്ചിരുന്നു, മാർച്ച് 29 വരെ 9-ാം ഭാവത്തിൽ ശനി സഞ്ചരിച്ചിരുന്നു. അപ്പോൾ ഭാഗ്യത്തെ തടയുന്നു ആ ശനി. അതോടൊപ്പം തന്നെ ഭാഗ്യത്തെ തടയുക എന്ന് പറയുമ്പോൾ പ്രവർത്തന രംഗത്തെ തടയുക, വരുമാനത്തെ തടയുക. അങ്ങനെ വരുമ്പോൾ ചിലവ് വർദ്ധിക്കും, സ്വാഭാവികമാണത്. വരുമാനം കുറയുക, ചിലവുകൾ കുറയുന്നില്ല, സ്വാഭാവികമായും ചിലവ് വർദ്ധിക്കും. എന്നാൽ വ്യാഴം ജന്മത്തിലോട്ട് വരുമ്പോൾ ഈ അധിക ചിലവ് എന്ന് പറയുന്നത് കുറച്ച് കുറയും. ചിലപ്പോൾ 10-ലേക്ക് ശനി വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ഉത്തരവാദിത്തമുള്ള ജോലികൾ ഉണ്ടാവാം. അവിടെ ടെൻഷനുണ്ട്, പിരിമുറുക്കമുണ്ട്, എല്ലാമുണ്ട്, തടസ്സങ്ങളുണ്ട്, അതിനെ അതിജീവിക്കാനൊക്കെ സാധിക്കും. പക്ഷേ അത് തരുന്ന സാമ്പത്തികം ഈ ചെലവിനെ കുറച്ചുകൂടി നിയന്ത്രിക്കും. അതുമാത്രമാണ് ജന്മത്തിലോട്ട് വ്യാഴം വരുമ്പോൾ മിഥുനക്കൂറിന് അവകാശപ്പെടാനുള്ളൂ. ബാക്കി ജന്മക്കൂറിൽ വരുന്ന വ്യാഴം ദോഷമാണ്. ചന്ദ്രകേന്ദ്രത്തിൽ വ്യാഴം ഗോചരാൽ വരുമ്പോൾ ശാരീരികമായ അവശത പറയുന്നുണ്ട്, യാത്രകൾക്ക് തടസ്സം, പ്രശ്നങ്ങൾ, ആശങ്കകൾ വർദ്ധിക്കൽ, ഇതൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം അത് അത്ര ദോഷം ഉള്ള ഒരു അവസ്ഥയായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും ശനിയും 10-ലാണ്. ശനിയുടെ 4-ലാണപ്പോൾ വ്യാഴം സഞ്ചരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കേന്ദ്രഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ ലൗകിക ഭാവങ്ങളാണ്. ഒരു മനുഷ്യൻ്റെ ലൗകിക ഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ അവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന കാര്യങ്ങളുടെ റിസൾട്ട് അവന് കിട്ടുന്നത് ഈ ലൗകിക ഭാവങ്ങളിലൂടെയാണ്. അതായത് ഭൗതിക രാശികൾ എന്ന് പറയും, ഫിസിക്കൽ ഹൗസസ്. അങ്ങനെയുള്ള ശനിയുടെ 4-ലാണ് വ്യാഴം സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ശനി 10-ലാണ്. അപ്പോൾ കർമ്മഭാവത്ത് വിഷമങ്ങൾ ഉണ്ടാകാം, കർമ്മസ്ഥലത്ത് വൈഷമ്യങ്ങൾ നേരിടേണ്ടി വരാം, വിഷമാവസ്ഥകൾ നേരിടേണ്ടി വരാം, കൂടെ പ്രവർത്തിക്കുന്നവരുമായി ബന്ധപ്പെട്ട് കലഹമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മുഖസ്തുതിക്ക് വേണ്ടി വെറുതെ വ്യാഴം അവിടെ ഗജകേശ്വരി യോഗത്തിൻ്റെ ഗുണം തരുന്നു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വിമ്മിഷ്ടത്തിലാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. വ്യാഴം ജന്മത്തിൽ നിൽക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രത്യേകിച്ചും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ. ഉടനെ ലാഭം കിട്ടാത്ത കാര്യങ്ങൾക്ക് പണം മുടക്കേണ്ടി വന്നേക്കാം. ജന്മത്തിൽ നിൽക്കുമ്പോൾ മക്കളുടെ വിദ്യാഭ്യാസം, മക്കളുടെ ആരോഗ്യ സംരക്ഷണം, സ്വന്തം ആരോഗ്യം, സ്വന്തം വിദ്യാഭ്യാസം, മറ്റു ചിലവുകൾ, ഇതെല്ലാം ചിലപ്പോൾ അത് ലാഭം തരുന്നതെന്നല്ല, മറിച്ച് നമുക്ക് അത്യന്താപേക്ഷിതമായി ചിലവാക്കേണ്ട ഒന്നാണ്. അത്തരം കാര്യങ്ങളിലൂടെ കടന്നുപോയെന്നിരിക്കാം. അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. വിഷ്ണു പൂജയ്ക്ക്, അതായത് ബൃഹസ്പതി മന്ത്രം ചൊല്ലുന്നത് വ്യാഴത്തിൻ്റെ ദോഷത്തിന് പരിഹാരമാണ്. അതുപോലെ തന്നെ വിഷ്ണുവിനെ സ്തുതിക്കുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധിയോടുകൂടി മഞ്ഞപ്പെട്ട് സമർപ്പിക്കുക വിഷ്ണു ഭഗവാന്. അതുപോലെ തന്നെ നവഗ്രഹങ്ങളിൽ വ്യാഴത്തിന് മഞ്ഞപ്പെട്ട് സമർപ്പിക്കുക. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രങ്ങളെന്ന് പറയുന്നത് പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 11-ലാണ് സഞ്ചരിച്ചിരുന്നത് വ്യാഴം. സ്വാഭാവികമായും അഷ്ടമത്തിൽ ശനിയും സഞ്ചരിച്ചിരുന്നു മാർച്ച് 29-ന് മുമ്പ്. അപ്പോൾ അഷ്ടമത്തിൽ ശനി സഞ്ചരിച്ചിരുന്ന കാലത്ത് കർക്കിടകക്കൂറിൽപ്പെട്ട പല നക്ഷത്രക്കാരുടെ വിഷമങ്ങളും നേരിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ. അവർക്ക് 11-ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ അനുഗ്രഹവും കിട്ടിയിട്ടുണ്ട്. അവസാന നിമിഷം ട്രീറ്റ്മെൻറ്റിന് വിധേയമാകുക, കൃത്യമായ ഡയഗ്നോസിസിലൂടെ രോഗം കണ്ടെത്തുക, ആ രോഗം ഫലപ്രദമായി അതിന് മരുന്ന് കൊടുക്കുവാനും അതിന് സേവ നടത്തുവാനുമൊക്കെയായി കൃത്യമായി പണം അപ്രതീക്ഷിതമായി കടന്നു വരിക, ഇതെല്ലാം തന്നെ 11-ലെ വ്യാഴത്താൽ സഹായിക്കപ്പെട്ടിട്ടുണ്ട്. എനിക്ക് നേരിട്ടറിയാവുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് പറയുകയാണ്. ആ വ്യാഴമാണ് ഇപ്പോൾ 12-ലേക്ക് പോയിരിക്കുന്നത്. 12-ലെ വ്യാഴം അധിക ചിലവ് വരുത്തും. അധിക ചിലവ് എന്ന് പറയുമ്പോൾ കർക്കിടകക്കൂറുകാർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, അത് കൂടുതലും അവർക്ക് അതുവരെ ഉണ്ടായിരുന്ന ഇൻകത്തിൻ്റെ വർധനവുണ്ടായെന്നിരിക്കാം. പക്ഷേ ആ വർധനവൊന്നും അവർക്ക് സംഭരിച്ചു വയ്ക്കാനോ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനോ സാധിക്കണം എന്നില്ല. മറിച്ച് ചിലവുകൾ അതനുസരിച്ച് വർദ്ധിക്കും. പ്രത്യേകമായി ആവശ്യങ്ങളൊന്നുമില്ലെങ്കിലും കൃത്യമായി ആ സമയത്ത് ചിലവുകൾ വന്ന് വാതിലിൽ മുട്ടും. അറിയാതെ തന്നെ പണം നമ്മുടെ കയ്യിൽ നിന്ന് പൊയ്ക്കൊണ്ടേയിരിക്കും കർക്കിടകക്കൂറുകാർക്ക്. അത് പ്രത്യേകമായി മനസ്സിലാക്കുക. അഷ്ടമശനി മാറിയതുകൊണ്ട് അവർക്ക് വലിയ ദോഷങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാകില്ല. 12-ലെ വ്യാഴം ഈ ജന്മത്തിലെ വ്യാഴം പോലെ തന്നെ വേറെ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഉടനെ ലാഭം കിട്ടാത്ത പ്രവർത്തനങ്ങൾക്ക് പണം മുടക്കേണ്ടി വരിക, മക്കളുടെ വിദ്യാഭ്യാസം, മക്കളുടെ ആരോഗ്യ സംരക്ഷണം, തീർത്ഥയാത്ര പോകൽ, ഒരുമിച്ചുള്ള മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഒരുമിച്ചുള്ള യാത്രകൾ ചെയ്യൽ, ദൂരയാത്ര ചെയ്യൽ, ഇതിനു വേണ്ടിയിട്ടുള്ള ചിലവുകൾ കണ്ടെത്തലൊക്കെ ഈ സ്വന്തം പോക്കറ്റിൽ നിന്നാകുന്നു. വ്യാഴം 12-ൽ നിൽക്കുന്ന നക്ഷത്രക്കാരുടെ പോക്കറ്റിൽ നിന്നാകുന്നു എന്നതാണ് ഒരു സത്യം. അതുമാത്രമാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ 12-ലെ വ്യാഴം വലിയ ദോഷമൊന്നും ചെയ്യില്ല. ഈ സാമ്പത്തികമായ അധിക ചിലവ്, ചില പ്രവർത്തനങ്ങൾ കൃത്യമായി ലക്ഷ്യത്തിൽ എത്താതെ വരിക, പണം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചിലപ്പോൾ വിജയത്തിൽ എത്താതെ വരിക, അതുപോലെ തന്നെ ചില കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാവുക, ഒരു കാര്യം 2 or 3 തവണ ചെയ്യേണ്ടി വരിക, ഇതൊക്കെയാണ് ഇവിടുത്തെ അധിക ചിലവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കൃത്യമായ ആസൂത്രണം, ക്രമീകരണം,
പ്രാർത്ഥന, ചിട്ട, നിഷ്ഠ, ജാഗ്രത ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ 12ലെ വ്യാഴത്തിൻ്റെ അധിക ചെലവിനെയും അനാമത്തുകളെയും നമുക്ക് കുറേയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കും. ഇവിടെയും വ്യാഴപ്രീതിയാണ് വരുത്തേണ്ടത്. വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസം ദർശനം നടത്തുകയും അതുപോലെ തന്നെ പാൽപ്പായസ നൈവേദ്യമോ നെയ്വിളക്ക് കത്തിക്കലോ ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം ജപിക്കലോ ഒക്കെയാണ് ഏറ്റവും നല്ലത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന വിശേഷം എന്ന് പറയുന്നത്, ജനിച്ച സമയത്ത് വ്യാഴം നല്ല സ്ഥലത്താണെങ്കിൽ സ്വാഭാവികമായും ബലത്തോടു കൂടി നിൽക്കുകയാണെങ്കിൽ അത്രമേലൊന്നും ദോഷം വരാൻ സാധ്യതയില്ല. അത് പ്രത്യേകമായി മനസ്സിലാക്കുക. അതുപോലെ ശുക്രൻ്റെയും ബുധൻ്റെയും മറ്റു ഗ്രഹങ്ങളുടെയും ഇഷ്ടഭാവങ്ങളിലെ സഞ്ചാരം ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു വർഷത്തിനിടയ്ക്കിടയ്ക്ക് അവർക്ക് ഗുണത്തെ കൊടുക്കുകയും ചെയ്യും. അതൊന്നും മറന്നുകൊണ്ടല്ല ഈ ഒരു കാര്യം പറയുന്നത്. എല്ലാത്തിനും പ്രധാനം അവനവൻ്റെ ഗ്രഹനിലയാണ് എന്ന് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. റെപ്പറ്റീഷൻ്റെ ഒരു അഭംഗി ഒഴിവാക്കാനാണ് അത് പറയാതിരിക്കുന്നത്. അതുകൊണ്ട് അത് കൃത്യമായി മനസ്സിലാക്കുക. എന്തായാലും ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 9ാം ഭാവത്തിൻ്റെ അധിപനാണ്. 9 എന്ന് പറഞ്ഞാൽ ഈശ്വരാധീനം, ഭാഗ്യം. അതാണ് 12ൽ പോയി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഭാഗ്യത്തിനൊരു ചെറിയ ഇടിവ് വരാം. ഭാഗ്യത്തിനിടിവ് വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ അധിക ചെലവ്, പ്രവർത്തനങ്ങൾ ഇതൊക്കെ കൃത്യലക്ഷ്യത്തിലെത്താൻ അല്പം ബുദ്ധിമുട്ടിയേക്കാം. ഇതിനെ വേറൊരു തരത്തിലും നമുക്ക് നിർവചിക്കാം. 9ാം ഭാവാധിപൻ പോയി 12ൽ നിൽക്കുന്നത് കൊണ്ട് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകില്ല എന്നും അങ്ങനെയും ഒരു വ്യാഖ്യാനം എടുക്കാം. എന്തായാലും പൊതുവെ വ്യാഴം കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ചെറിയ ദോഷങ്ങളാണ് സമ്മാനിക്കുക. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 10ൽ സഞ്ചരിക്കുന്ന വ്യാഴം 11ലേക്ക് പോകുന്നു. വ്യാഴത്തെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്നും, അതായത് ഗോചരാൽ 2, 5, 7, 9, 11 ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ വലിയ ഗുണം സമ്മാനിക്കും. ബാക്കി എവിടെ നിന്നാലും അത് ദോഷത്തെയാണ് പറയുന്നത്. ജന്മത്തിൽ നിന്നാൽ ഗുണം വരുന്നില്ല, 3ൽ നിന്നാൽ ഗുണം വരുന്നില്ല, 4ൽ നിന്നാൽ കണ്ടകവ്യാഴൻ എന്ന് പറയും. 50% ഗുണവും 50% ദോഷവും. 5ൽ നിന്നാൽ ഗുണം, 6ൽ നിന്നാൽ ദോഷം, 7ൽ നിന്നാൽ ഗുണം, 8ൽ നിന്നാൽ ദോഷം, 9ൽ നിന്നാൽ ഗുണം, 10ൽ നിന്നാൽ കണ്ടകവ്യാഴൻ. ദോഷവും ഗുണവും 50-50 ആയിട്ട് വരും. അതുപോലെ തന്നെ 11ൽ നിന്നാൽ ഗുണം, 12ൽ നിന്നാൽ ഞാൻ അധിക ചെലവിൻ്റെയും ഒക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 11ാം ഭാവത്തിലേക്ക് വരുന്നത് കൊണ്ട് അഷ്ടമത്തിൽ ശനിയുണ്ട്, ആ കാര്യം മറക്കുന്നില്ല. തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും എവിടെ നിന്നൊക്കെയോ അവർക്ക് ചില സഹായങ്ങൾ, 11ാം ഭാവം സർവാഭീഷ്ടമാണ്, എവിടെ നിന്നൊക്കെയോ ചില അനുഗ്രഹങ്ങൾ, സർവ്വകാര്യങ്ങളിലും ഉണ്ടായിരുന്ന തടസ്സങ്ങളും പ്രശ്നങ്ങളുമൊക്കെ മാറി പൊടുന്നനവേ ധന സമ്പാദനത്തിൻ്റെ രൂപത്തിലും ധനം നേടുന്ന കാര്യത്തിലുമൊക്കെ അവർക്കൊരു അനുഗ്രഹം ഉണ്ടാകും. ഭാഗ്യം ഇവരെയും കടാക്ഷിക്കാം. അതുകൊണ്ട് ലോട്ടറി ടിക്കറ്റുകളൊക്കെ എടുക്കുന്നത് ചിങ്ങക്കൂറുകാർക്ക് വളരെ നല്ലതാണ്. പൊടുന്നനവേ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നടക്കാൻ സാധ്യമാവും. പല കാര്യങ്ങളിലും അപ്രാപ്യത ഉണ്ടായിരുന്നത്, പ്രാപിക്കാൻ സാധിക്കാതെ ഇരുന്നത് പ്രാപിക്കാൻ സാധിക്കും. യാത്രകൾ കൊണ്ട് ഗുണം ഉണ്ടാകുന്നുണ്ട്. വീട്ടിലെ കാരണവസ്ഥാനത്തുള്ളവരുടെ അനുഗ്രഹം, വീട് ഭാഗം വയ്ക്കൽ, തറവാട് വീട് ഭാഗം വയ്ക്കലോ അതിൽ നിന്ന് ന്യായമായ ലാഭം കിട്ടുന്ന ഭൂമി കിട്ടുകയോ ഒക്കെ ചെയ്യാം. കൃഷി, അതുപോലെ മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ആദായം കാണുന്നുണ്ട്. അതുപോലെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണമാണ്. പൊതുവെ ഈ എഡ്യൂക്കേഷൻ സംബന്ധമായും അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് വഴികാട്ടിയായി നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, പൗരോഹിത്യ പ്രവർത്തനങ്ങൾ, ശ്രേഷ്ഠ ജോലികൾ ഇത് ചെയ്യുന്നവർക്കും, അതുപോലെ വ്യാഴത്തെ കൊണ്ട് ജ്ഞാനം കൊണ്ടും അറിവ് കൊണ്ടും മറ്റു തരത്തിൽ ആളുകളെ സഹായിക്കുന്ന അവസ്ഥകൾ കൊണ്ടുമൊക്കെ പുലരുന്നവർ തീർച്ചയായിട്ടും കൂടുതൽ ശോഭനീയമായ ഒരു ഭാവിയിലേക്ക് മാറാനുള്ള യോഗം കാണുന്നുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ട യാത്ര തരപ്പെടും. വിദേശത്ത് പോയി അവിടെ സന്ദർശിക്കാനുള്ള യാത്രയോ അവിടെ സ്ഥിര ജോലിക്കോ പഠനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിനൊക്കെ പോകാൻ സാധിക്കും. അതുകൊണ്ട് പൊതുവേ അഷ്ടമശനിയുടെ ദോഷങ്ങൾ ഉണ്ടെങ്കിലും ഒരു വർഷം വ്യാഴത്തിൻ്റെ അനുഗ്രഹം അഷ്ടമശനിയുടെ ദോഷങ്ങളെ തടുക്കുകയും ഗുണം നൽകുകയും ചെയ്യും. എപ്പോഴും പറയാറുള്ളത് പോലെ ജനിച്ച സമയത്ത് വ്യാഴം ഗുണകരമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതിന് കുറച്ചുകൂടി ഗുണം കിട്ടും. ദോഷമായിട്ട് നിൽക്കുന്നതെങ്കിൽ ആ പ്രൊപ്പോർഷൻ അനുസരിച്ചുള്ള കുറവ് സംഭവിക്കുകയും ചെയ്യും. ഇവിടെ ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 5ാം ഭാവാധിപതിയാണ് 11ൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് അതിനുവേണ്ടി ആശുപത്രിയും മറ്റ് ഭാഗ്യപരീക്ഷണങ്ങളുമൊക്കെ നടത്തുന്നവർക്ക് ഈ മെയ് മുതൽ അടുത്ത മെയ്ക്കകം സന്താന ലബ്ധിക്ക് വരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൊതുവെ ഭാഗ്യം അനുഗ്രഹിക്കുന്ന ഒന്നായിട്ടാണ് ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 11ലേക്കുള്ള വ്യാഴത്തിൻ്റെ വരവ് ചിന്തിക്കേണ്ടത്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം നക്ഷത്രക്കാരാണ് ചിങ്ങക്കൂറിൽ വരുന്നത്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരെന്ന് പറയുന്നത് ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 10ാം ഭാവത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ വരവ്.
10-ലെ വ്യാഴം ജോലിക്കൊക്കെ ഗുണം കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ 10-ലെ വ്യാഴത്തിനെ കണ്ടക വ്യാഴൻ എന്ന് പറയുന്നുണ്ട്. പല വീഡിയോയിലും ആരും അതൊന്നും സൂചിപ്പിച്ചിട്ടില്ല. കണ്ടക വ്യാഴൻ എന്ന് പറഞ്ഞാൽ കണ്ടകശനി പോലെ തന്നെ ഒന്നാണ്. പക്ഷേ അത്രമാത്രം ക്രൂരമോ അത്രമാത്രം ദൗർഭാഗ്യങ്ങളോ അത് സമ്മാനിക്കില്ല എന്നത് മാത്രമേ ഉള്ളൂ ഒരു ലാഭം എന്ന് പറയുന്നത്. എങ്കിലും അതിൻ്റേതായ വിധത്തിൽ അത് ദോഷങ്ങളെ സമ്മാനിക്കും. 10-ലേക്ക് വ്യാഴം പോകുമ്പോൾ കന്നിക്കൂറുകാർക്ക് ഈ മെയ് മുതൽ അടുത്ത മെയ് വരെ, ഈ മെയ് 14 മുതൽ അടുത്ത മെയ് 14 വരെ ഇടയ്ക്കുള്ള അതിചാരവും വക്രാചാരവും ഒന്നും ഞാൻ സൂചിപ്പിക്കാതെ പറയുകയാണ്. കർമ്മസ്ഥലത്ത് തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. ചിലപ്പോൾ ഇരിക്കുന്ന പദവി മാറാം, വഹിക്കുന്ന പദവി മാറാം, ഇരിക്കുന്ന കസേര മാറാം, മേലധികാരി മാറാം, അല്ലെങ്കിൽ മേലധികാരിയുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഏതെങ്കിലും വിധത്തിലുള്ള ടെൻഷനോ പ്രശ്നങ്ങളോ ജോലി സ്ഥലത്തുണ്ടാകാം. ജോലി നഷ്ടപ്പെടുമെന്നോ അല്ലെങ്കിൽ ജോലി ഇല്ലാതെ നടക്കേണ്ടി വരുമെന്നോ എന്ന് പറയുന്നില്ല. അത് ജനിച്ച സമയത്ത് വ്യാഴം അത്രമേൽ ദുഷ്ടനായി നിൽക്കുകയും മറ്റു ഗ്രഹങ്ങൾ ക്രൗര്യതയോടുകൂടി ഇപ്പോൾ അവരെ സമീപിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ സംഭവിച്ചേക്കാൻ സാധ്യതയുണ്ട്. 10-ാം ഭാവാധിപത്യം വ്യാഴത്തിന് പലപ്പോഴും ദോഷമാണ്. ഈവൻ ലഗ്നാൽ പോലും 10-ലെ വ്യാഴത്തിനെ അത്ര ഗുണമായി ചിന്തിക്കരുത്. കാരണം കാലപുരുഷ ജാതകത്തിൽ, അതായത് മേടമാണ് ലഗ്നം കാലപുരുഷ ജാതകത്തിൽ, അതിൻ്റെ 10-ാം ഭാവം എന്ന് പറയുന്നത് വ്യാഴൻ്റെ നീചരാശിയായ മകരമാണ്. അതുകൊണ്ട് പൊതുവേ 10-ൽ വ്യാഴത്തിന് അല്പം പ്രശ്നം സംഭവിക്കുന്നുണ്ട്. അത് പ്രത്യേകമായി മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ചന്ദ്രാൽ 10-ൽ വ്യാഴം വരുമ്പോൾ, പ്രത്യേകിച്ചും ബലമില്ലാത്ത രാശിയിലോട്ട് വരുമ്പോൾ അതിന് വളരെ ശ്രദ്ധയുണ്ട്. മാത്രമല്ല 7-ൽ നിൽക്കുന്ന കണ്ടകശനിയുടെ 4 എന്ന് പറയുമ്പോൾ 7-ൻ്റെ 4 എന്ന് പറഞ്ഞാൽ ഏതാണ്? 7, 8, 9, 10 10-ാം ഭാവമാണ്. അപ്പോൾ കർമ്മസ്ഥലത്ത് ഇവർക്കും വ്യക്തികളുമായി ബന്ധപ്പെട്ട് കൂടെ പ്രവർത്തിക്കുന്നവരുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ 10-ൻ്റെ എന്ന് പറഞ്ഞാൽ 10-ാം ഭാവമാണ് ശനി നിൽക്കുന്നത്. അതായത് വ്യാഴം നിൽക്കുന്ന രാശിയുടെ 10-ലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ വൈവാഹിക ജീവിതത്തിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. വിവാഹവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കശപിശയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതായി വരാം. ഈ കർമ്മഭാവം എന്ന് പറയുമ്പോൾ അന്നത്തിന് വേണ്ടി നാം ചെയ്യുന്ന ജോലി മാത്രമല്ല, പ്രഭാത കൃത്യങ്ങൾക്ക് വേണ്ടി ആദ്യത്തെ പാദചലനം മുതൽ മനസാ വാച കർമ്മണ എല്ലാം കർമ്മത്തിൽ ആണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവിടേക്ക് വ്യാഴം വരുമ്പോൾ ഈ കർമ്മവുമായി ബന്ധപ്പെട്ടുള്ള സകല വിഷയങ്ങളിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നീച മനസ്സ് പ്രവർത്തിക്കാം. നീച മനസ്സ് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി ദൂഷിച്ച ഫലങ്ങൾ, വിധികൾ ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും തൊഴിൽ സംബന്ധിച്ച് ഒരു ചേഞ്ചോ അല്ലെങ്കിൽ പദവിയിലൊരു മാറ്റമോ അതുമല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോകലോ ഒക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ജോലി നഷ്ടപ്പെടുന്നത് വളരെ വിരളമായേ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. കുടുംബത്തിലെ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ചിന്തിക്കണം. മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഉർവശി ശാപം ഉപകാരം എന്ന മട്ടിൽ ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് അകന്നു പോകുന്നത് കലഹത്തിൻ്റെ പശ്ചാത്തലത്തിലാണെങ്കിലും മറ്റൊരിടത്തേക്ക് ജോലി കിട്ടി മാറുന്നതുമാവാം. അങ്ങനെയുള്ള വിവിധ വഴികൾ കാണുന്നുണ്ട് കന്യക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങൾ, അതായത് വിശാഖം മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ നിന്നിരുന്ന വ്യാഴമാണ് 9-ാം ഭാവത്തിലേക്ക് പോകുന്നത്. ഈ അഷ്ടമത്തിൽ നിന്നിരുന്ന വ്യാഴം 9-ലേക്ക് പോകുമ്പോൾ വളരെ വലിയ ഒരു മാറ്റത്തെ പ്രതീക്ഷിക്കണം. കാരണം തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 8 എന്ന് പറയുന്നത് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം 8 മോശമാണ്. തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 8 എന്ന് പറഞ്ഞാൽ സ്വന്തം കൂറിൻ്റെ തന്നെ അധിപനാണ്. അതായത് തുലാക്കൂറിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ്. ആ ശുക്രൻ്റെ തന്നെ അഷ്ടമാധിപത്യം ആണ് 8. അങ്ങനെ വരുമ്പോൾ അവിടെ പോയി ഒരു ശുഭഗ്രഹം നിന്നാൽ, പ്രത്യേകിച്ചും വ്യാഴം പോലെ ഏറ്റവും കൂടുതൽ ഈശ്വരാധീനമുള്ളൊരു ഗ്രഹം നിന്നാൽ സംഭവിക്കുക, സ്വന്തം ശരീരം, സ്വന്തം ആത്മാവ് ഇതെല്ലാം തന്നെ പണിമുടക്കും. സ്വയം ഒരു ഇടിച്ചു താഴ്ത്തൽ തോന്നും. ചുറ്റുപാടുമുള്ളവർ തങ്ങളെ കളിയാക്കുന്നതായും ചുറ്റുപാടുമുള്ളവരുടെ പരിഹാസങ്ങൾ ഏറ്റ് തങ്ങൾക്ക് ഒരുപക്ഷെ ജീവിതം തന്നെ അവസാനിപ്പിക്കണമോ എന്ന് തോന്നുന്ന ഒരവസ്ഥ വരാം. വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകാം. ഈ ബുദ്ധിമുട്ട് പലതരത്തിലാണ് മനുഷ്യരെ ബാധിക്കുക എന്ന് ചിന്തിക്കണം. ചിലപ്പോൾ ബുദ്ധിമുട്ട് വന്നാൽ അത് ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതല്ലേ എന്നുള്ള മട്ടിൽ ചിലർക്ക് അതിനെ പാസിഫൈ ചെയ്ത് പോകാൻ സാധിക്കും. ചിലർക്ക് അന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്തൊരു നൈരാശ്യമുണ്ടാവാം. ഇതെല്ലാം ഈ അഷ്ടമാധിപത്യത്തിൻ്റെ ഡബിൾ എഫക്റ്റ് കൊണ്ട് സംഭവിക്കുന്നതാണ്. മാത്രമല്ല മാർച്ച് 29 വരെ വ്യാഴം 5-ാം ഭാവത്തിൽ സഞ്ചരിച്ചിരുന്നു. ഭാഗ്യസ്ഥാനത്ത് പാപഗ്രഹവും ഭാഗ്യഗ്രഹം അധമസ്ഥാനത്തും പോയി നിൽക്കുമ്പോൾ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ രണ്ടും ഫലത്തിൽ നെഗറ്റീവാണ്.
അപ്പോൾ അങ്ങനെ നിന്ന അവസ്ഥയ്ക്കാണ് മാറ്റം വന്നിരിക്കുന്നത്. ഓൾറെഡി മാർച്ച് 29-ന് 5-ൽ നിന്നും ശനി 6-ലേക്ക് പോയിരിക്കുന്നു. 3, 6, 11 ചന്ദ്രൻ്റെ 3, 6, 11 വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വ്യാഴം 9-ലേക്ക് മെയ് 14 തൊട്ട് ഒരു വർഷത്തേക്ക് പോകുന്നതും തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ്. ധനത്തേക്കാൾ കൂടുതൽ ഭാഗ്യമാണ് 9-ലെ വ്യാഴം സമ്മാനിക്കുക. ഒരുപക്ഷെ അതുവരെ സംഭവിച്ചുകൊണ്ടിരുന്ന നെഗറ്റീവായി പോയിക്കൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് ഒരു ദിശാബോധം വരികയും അത് പോസിറ്റീവായ ഒരു അവസ്ഥയിലേക്ക് തിരികുകയും ചെയ്യാം. അതിനുവേണ്ടി ബുദ്ധി കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിക്കാം. അല്ലെങ്കിൽ തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഉണ്ടായിരുന്ന നഷ്ടങ്ങളും ശാപങ്ങളും പ്രശ്നങ്ങളുമൊക്കെ പരിഹരിക്കാൻ ഈശ്വരൻ്റെ അനുഗ്രഹം പോലെ എന്തെങ്കിലും ഒരു ദിവ്യമായ അവസ്ഥയുണ്ടാകാം. ചിലപ്പോൾ വിദേശത്ത് പോകാൻ സാധിക്കും ചിലർക്ക്. ചിലപ്പോൾ തങ്ങൾ അതുവരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾക്കൊരു മാറ്റം വരുത്താനായി എന്തെങ്കിലുമൊക്കെ കരുതൽ നടപടികൾ വളരെ പെട്ടെന്ന് കൈക്കൊള്ളാം. അതുകൊണ്ട് പൊതുവേ അവരുടെ പരാജയത്തെയും ദുർവിധിയെയും ഒക്കെ മാറ്റിമറിക്കുന്ന ഒരു വർഷമാണ് വരുന്നത്. ഫലത്തിൽ അത് സാമ്പത്തിക നേട്ടമായി മാറും. 6-ൽ ശനി നിൽക്കുമ്പോൾ മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ സക്സസ്ഫുൾ ആകണം. ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾക്ക് മുടക്കമുണ്ടായിരുന്നെങ്കിൽ അത് മാറണം. കടബാധ്യതയിൽ നിന്ന് മോചനം, രോഗത്തിൽ നിന്ന് മുക്തി, തടസ്സങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം, ഇതൊക്കെയാണ് 6-ലെ ശനി സമ്മാനിക്കുന്നത്. 9-ലേക്ക് വ്യാഴം പോകുമ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെയും ഈശ്വരാധീനം എന്നാണ് സങ്കല്പിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴമാറ്റം വളരെ നല്ലതാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവാധിപനായ വ്യാഴമാണ് 8-ലേക്ക് പോയിരിക്കുന്നത്. 5-ാം ഭാവാധിപൻ 8-ൽ പോകുമ്പോൾ ഭാഗ്യത്തിനാണ് ചെറിയ തടസ്സം വരുന്നത്. വ്യാഴം ഇവരെ സംബന്ധിച്ചിടത്തോളം 2ഉം 5ഉം ഭാവാധിപത്യം വഹിച്ച് 8-ൽ പോയി നിൽക്കുമ്പോൾ ധനം, ഭാഗ്യം ഈ അവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ കുറവ് വരാം. എന്നാൽ അവരുടെ കണ്ടകശനി ഓൾറെഡി മാറിയിരിക്കുന്നു 2025 മാർച്ച് 29-ന് ശേഷം. അതുകൊണ്ട് പ്രധാന തടസ്സങ്ങൾ തങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മേഖലയിലും തങ്ങളുടെ കുടുംബത്തിലും തങ്ങളുടെ ഭവനത്തിലും മാനസികമായി ഒരു ഒറ്റപ്പെടലോ പ്രശ്നങ്ങളോ ചിന്തിച്ചിരുന്നെങ്കിൽ ആ അവസ്ഥയ്ക്കുമൊക്കെ ഒരു മാറ്റം ശനി സമ്മാനിച്ചിട്ടുണ്ട്. മാർച്ച് 29 മുതൽ ഏകദേശം 2028 ജനുവരി വരെയും അത് തുടരും. അതോടൊപ്പം തന്നെ വ്യാഴം 8-ൽ പോകുമ്പോൾ സംഭവിക്കുന്നത് കാര്യങ്ങൾക്ക് തടസ്സം വരാം. പ്രശ്നങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മംഗളമല്ലാത്ത കാര്യങ്ങൾ നടക്കാം. വിവാഹ സംബന്ധമായ കാര്യങ്ങളിലും പ്രണയ സംബന്ധമായ കാര്യങ്ങളിലും ചിലപ്പോൾ ഓർക്കാപ്പുറത്ത് ചില തടസ്സങ്ങൾ വരാം. അതുപോലെ തന്നെ ഓർക്കാപ്പുറത്ത് ചില കാര്യങ്ങൾ ഓക്കെ ആവാനും സാധ്യമാവാനും 8-ലെ വ്യാഴത്തിന് ഒരു സാധ്യതയുണ്ട്. കാരണം ഡ്യുവൽ എഫക്റ്റാണ് മിഥുനം രാശി. മിഥുനം രണ്ട് ഭാവങ്ങളാണ് അവിടെ സമ്മാനിക്കുക. 2ഉം 5ഉം ഭാവാധിപത്യം ഉള്ളതുകൊണ്ട് തീരെ കൈയൊഴിയില്ല. പ്രത്യേകിച്ചും ബന്ധു രാശി കൂടിയായ വൃശ്ചിക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളെ വ്യാഴം. കാരണം വ്യാഴത്തിന് ചൊവ്വ വളരെ ബന്ധുവാണ്. പ്രത്യേകിച്ചും മീനം രാശിയിൽ നിന്ന് നോക്കുമ്പോൾ 9-ാം ഭാവവും ധനുരാശിയിൽ നിന്ന് നോക്കുമ്പോൾ 12-ാം ഭാവവും ആണെങ്കിലും മേടം എന്ന് പറയുന്നത് 5-ാം ഭാവം വരുന്നു. അപ്പോൾ വ്യാഴത്തിൻ്റെ 2 രാശികളും ചൊവ്വയുടെ 2 രാശികളും വ്യാഴത്തിന് വളരെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം വ്യാഴം വലിയ ഒരു തഴയൽ ഉണ്ടാവുകയില്ല. 8-ലെ വ്യാഴം ഓഫ് കോഴ്സ് കുറേ തടസ്സങ്ങളും കുറേ പരീക്ഷണങ്ങളുമൊക്കെ ഉണ്ടാകുമെങ്കിലും അതിനെ അതിജീവിക്കാൻ ഇവർക്ക് സാധിക്കും. കണ്ടകശനി കൂടി ഉണ്ടായിരുന്നെങ്കിലാണ് ഇതിൻ്റെ നെഗറ്റീവ് ആസ്പെക്റ്റ് കൂടുതലായിട്ട് വർദ്ധിക്കുക. ഇതെന്തായാലും അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ പൊതുവെ ഒരല്പം മാറ്റം, ഒരല്പം ഭാഗ്യക്കേട് ഒക്കെ ഉണ്ടാകുമെങ്കിലും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കും. പിന്നെ ഞാൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു ഗ്രഹത്തിൻ്റെ മാത്രം സ്വാധീനം കൊണ്ടല്ല ഗോചരാൽ നാം ഒരു ഫലത്തെ വിധി എഴുതേണ്ടത്. അതിനൊരുപാട് കാരണങ്ങൾ ബാക്കി പുറകിൽ വരും. കാരണം ഗ്രഹനില നോക്കണം, അതുപോലെ തന്നെ ശുക്രൻ, ബുധൻ, രാഹുകേതുക്കൾ, അതുപോലെ ബാക്കി ഗ്രഹങ്ങളുടെ സഞ്ചാരം, ഇതെല്ലാം ശ്രദ്ധിക്കണം. പിന്നെ വേറെയും ഒരുപാട് ഘടകങ്ങളുണ്ട്. അതെല്ലാം കൂടി പറഞ്ഞാൽ ഇവിടെ വല്ലാത്ത സമയമെടുക്കും. അതുകൊണ്ടാണ് ആ ഒരു അവസ്ഥ കൂടിയൊക്കെ ചിന്തിക്കണം. അതുകൊണ്ട് ദശ, അപഹാരം, ഛിദ്രം, ഈ ഭാവങ്ങൾ നോക്കണം. ഇതെല്ലാം വരുമ്പോൾ മാത്രമേ പെർഫെക്റ്റായിട്ട് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. തൽക്കാലം വ്യാഴമാറ്റം കൊണ്ട് മാത്രം ഉണ്ടാകാവുന്നത് ഭാഗ്യക്കേടും ഈശ്വരാധീന കുറവുമാണ്. അതുകൊണ്ട് പണം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലും ആളുകളോട് ഇടപെടുന്ന കാര്യത്തിലും സന്താനങ്ങൾക്കും 5-ാം ഭാവാധിപത്യമുള്ളതുകൊണ്ട് സന്താനങ്ങൾക്കും ധനപരമായ കാര്യങ്ങൾക്കും രണ്ട് ധനപരമാണ്. അതുകൊണ്ട് 2-ാം ഭാവാധിപത്യമുള്ളതുകൊണ്ട് ധനപരമായ കാര്യങ്ങൾക്കും സ്വന്തം വീട്ടിലും കുടുംബത്തിലുമൊക്കെ ഒരു ശ്രദ്ധ വേണം എന്ന് പറയുമ്പോൾ ഏകദേശം എല്ലാമായി ഒരു ശ്രദ്ധ വേണമെന്ന് പറയുന്നു. അപ്പോൾ ഭാഗ്യക്കേട് കാണുന്നുണ്ട്. അതുകൊണ്ട് വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധിയോടുകൂടി പറ്റുമെങ്കിൽ മഞ്ഞ വസ്ത്രം ധരിച്ച് വിഷ്ണുദേവനും അതുപോലെ നവഗ്രഹങ്ങളിൽ ബൃഹസ്പതിക്കും വ്യാഴത്തിനും മഞ്ഞപ്പട്ട് സമർപ്പിക്കുക.
പാൽപ്പായസ നൈവേദ്യം, നെയ്വിളക്ക് കത്തിക്കൽ, ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം എത്രയോ ചൊല്ലാൻ പറ്റുമോ അത്ര ചൊല്ലുക. അതിന് പ്രത്യേകമായ ശുചിത്വമോ ബാഹ്യമായ ശുചിത്വമോ ആചാരരീതികളോ ഒന്നും ആവശ്യമില്ല. ജപം കലിയുഗത്തിൽ പരമപ്രധാനമാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 7-ലോട്ടാണ് വ്യാഴം വന്നിരിക്കുന്നത്. 7-ലെ വ്യാഴം അവർക്ക് ഗുണമാണ്. കണ്ടകശനി ഉണ്ട്. മാർച്ച് 29 മുതൽ 4-ലോട്ട് ശനി വന്നിട്ടുണ്ട്. കുടുംബത്തിലും പ്രവർത്തന സ്ഥലത്തുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള മനപ്രയാസങ്ങളോ മറ്റ് വൈതരണികളോ ഒക്കെ ഉണ്ടാകും. ഭൗതികമായ കർമ്മങ്ങൾ ചെയ്യുന്നിടത്ത് അന്നം നേടേണ്ട കർമ്മവും അതുപോലെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിക്കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ധനസമാഹരണത്തിന് വേണ്ടിയുള്ള കർമ്മഭാവത്തിലും ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമോ ദോഷമോ 4-ലെ ശനി ചെയ്യുമ്പോൾ 7-ലെ വ്യാഴം അതിന് ഒരു മാറ്റമാണ് വരുത്തുന്നത്. 4-ൻ്റെ 4ആണ് 7 പറയുന്നത്. അതായത് 4, 5, 6, 7. മീനം, മേടം, ഇടവം, മിഥുനം. അപ്പോൾ ശനിയുടെ 4-ലാണ് വ്യാഴം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യാഴം അവരുടെ പ്രവർത്തനങ്ങളെ, അവരുടെ മനസ്സിൻ്റെ സന്തോഷത്തെ, അവർ തങ്ങുന്ന ഇടങ്ങളെ, അത് പ്രവർത്തന സ്ഥലമായാലും കുടുംബത്തിലായാലും വാടക വീട്ടിലായാലും സ്വന്തം വീട്ടിലായാലും തറവാട്ട് വീട്ടിലായാലും ജോലി സ്ഥലത്തായാലും ഒക്കെ തന്നെ ഉണ്ടാകുന്ന തടസ്സങ്ങളെ അതിജീവിക്കുവാൻ 7-ലെ വ്യാഴത്തെ സഹായിക്കും. അതുകൊണ്ട് 7-ലെ വ്യാഴം ധനുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കുറേ നാളായി ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട അവരുടെ താമസത്തിനോ ജോലിക്കോ പഠനത്തിനോ തടസ്സം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു മാറ്റമുണ്ടാകുന്നു. മെയ് 14-ന് ശേഷം അതിന് മാറ്റമുണ്ടാകുന്നു. ജീവിതം കുറച്ചുകൂടി സുഗമമാകുന്നു. കുടുംബ ബന്ധങ്ങൾ കുറച്ചുകൂടി സുതാര്യവും സുഖപ്രദവുമാകുന്നു. സമ്പത്ത് വേണ്ടത്ര കിട്ടുന്നു. അതുപോലെ തന്നെ തടസ്സങ്ങൾ മാറുന്നു. പല കാര്യങ്ങളും ആഗ്രഹിച്ചിരുന്നത് വിവിധ കാരണങ്ങളാൽ മാറ്റിവെച്ചത് ഒക്കെയും സുഗമമായി നടത്തുവാൻ സാധിക്കുന്നു. യാത്ര കൊണ്ട് ഗുണം, ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ, സംരംഭങ്ങൾ, ബിസിനസ് അതെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. അതുകൊണ്ട് പൊതുവെ ഗുണം കാണുന്നു. ആരോഗ്യവും തെളിമയും മനസ്സിൻ്റെ ശക്തിയുമൊക്കെ വർദ്ധിക്കുന്ന ഒരവസ്ഥയാണ് ധനുരാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കാണുന്നത്. അതുകൊണ്ട് 7-ലെ വ്യാഴം അവർക്ക് ഒരു വർഷത്തേക്ക് ഗുണത്തെ കൊടുക്കും. അത് കഴിഞ്ഞാൽ 8-ൽ വ്യാഴം പോകും. എല്ലാം ചിന്തിക്കേണ്ട ഇപ്പോഴേ 8-ൽ വ്യാഴം, പക്ഷേ അത് ഉച്ചരാശിയാണ് വ്യാഴത്തിൻ്റെ എന്നൊക്കെ നമുക്ക് സമാധാനിക്കാം. 8-ൽ വ്യാഴം പോകുന്നു. അപ്പോൾ അവിടുത്തെ കണ്ടകശനിയുടെ എഫക്റ്റ് കൂടി ചിന്തിച്ചു കൊള്ളണം. അതൊക്കെ അപ്പോഴാണ്. എന്തായാലും ലഗ്നത്തിൽ വ്യാഴത്തിൻ്റെ നില, ദശാപഹാരം, ഛിദ്രം ഇവയുടെ സ്വാധീനം, മറ്റു ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നത് നല്ല വശങ്ങളിലൂടെയൊക്കെയാണ് എങ്കിൽ അപ്പോഴത്തെ കാര്യങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാവുകയും ചെയ്യും. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 5-ൽ നിന്നിരുന്ന വ്യാഴമാണ് 6-ലോട്ട് പോകുന്നത്. പക്ഷേ മാർച്ച് 29-ന് ശേഷം അവർക്ക് 7-ര ശനി പൂർണ്ണമായും മാറി. അതൊരു വലിയ ആശ്വാസമാണ്. പല കാര്യങ്ങളിലും ഉണ്ടായിരുന്ന തടസ്സങ്ങളും പ്രശ്നങ്ങളുമൊക്കെ 7-ര ശനിയാൽ ആണ് ഉണ്ടായിരുന്നത് എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായി തുടങ്ങിയപ്പോഴേക്കും 7-ര ശനി അതിൻ്റെ ജന്മശനിയിലൊക്കെ എത്തിയിരുന്നു. അത് മാറി ഇപ്പോൾ ഇവർക്ക് പല കാര്യങ്ങളും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം തുറന്നു കിട്ടുന്നു. മനസ്സും ശരീരവുമൊക്കെ അതിനുവേണ്ടി വളരെ ആക്ടിവേറ്റഡായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് 5-ൽ നിന്നിരുന്ന ഭാഗ്യസ്ഥാനത്ത് നിന്ന് വ്യാഴം 6-ലേക്ക് പോകുന്നത്. 6-ലെ വ്യാഴത്തിൻ്റെ നില പ്രത്യേകമായി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 3-ഉം 12-ഉം ഭാവാധിപത്യമാണ് മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം വ്യാഴം. 3 എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൻ്റെ സ്ഥിരത, മനസ്സിൻ്റെ ചടുലത, കാര്യങ്ങൾ ചെയ്യുവാനുള്ളൊരു ഊർജ്ജസ്വലത, വാശി മീൻസ് നെഗറ്റീവായിട്ടുള്ളൊരു വാശിയല്ല, ഉയരണം എന്നുള്ള വാശി, തൻ്റെ പ്രവർത്തനത്തിൽ അങ്ങേയറ്റം ജാഗ്രതയോടുകൂടി മനസ്സും മസ്തിഷ്കവും അർപ്പിച്ച് പ്രവർത്തിക്കണം എന്നുള്ള ചിന്തയ്ക്കൊക്കെ ഒരു ചെറിയ ആക്കം വരാം, ഒരു ചെറിയ പിന്നാക്കം വരാം. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. 3-ാം ഭാവം. അതുപോലെ സഹോദര സ്ഥാനത്തുള്ളവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, അനാമത്ത് ചിലവ് വർദ്ധിക്കാം. 12-ാം ഭാവാധിപൻ. അപ്പോൾ നമ്മുടെ അതുപോലെ നമുക്കുണ്ടാക്കുന്ന നഷ്ടങ്ങൾ വഴി ചിലർ നമ്മൾ ശത്രുക്കളായി പ്രഖ്യാപിക്കുകയും ശത്രുതയുണ്ടാവുകയും ഒക്കെ ചെയ്യാം. അതുകൊണ്ട് വ്യാഴത്തെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടായിരുന്ന പുതിയ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ പഴയ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാൻ തക്കവണ്ണമുള്ള മനസ്സിൻ്റെ അവസ്ഥയോ ഒക്കെ തന്നെ തിരിച്ചു കൊണ്ടുവരാനോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകാതിരിക്കാനോ വ്യാഴപ്രീതി വരുത്തുക എന്നതാണ് മകരക്കൂറുകാരോട് പ്രത്യേകമായി പറയാനുള്ളത്. വ്യാഴപ്രീതിയുടെ കാര്യം ഞാൻ പറയാം, പലവട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിലും പറയാം. വിഷ്ണുവിനെ പൂജിക്കുക, ബൃഹസ്പതിയെ പൂജിക്കുക, നവഗ്രഹങ്ങളിൽ വ്യാഴത്തിന് മഞ്ഞപ്പട്ട് സമർപ്പിക്കുക, പാൽപ്പായസ നൈവേദ്യമോ നെയ്വിളക്ക് കത്തിക്കലോ ആകാം. എന്തായാലും വിഷ്ണുസ്വാമി ക്ഷേത്രത്തിൽ ദർശനം വ്യാഴാഴ്ച നടത്തുന്നതും മഞ്ഞപ്പട്ട് സമർപ്പിക്കുന്നതും പാൽപ്പായസ നൈവേദ്യമോ അതുപോലെ നെയ്വിളക്ക് കത്തിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്.
ശ്രീരാമസേവയും വളരെ നല്ലതാണ്. ശ്രീരാമൻ്റെ രാശിയിലാണ് പോയി നിൽക്കുന്നത് വ്യാഴം. അതുകൊണ്ട് ആ അവതാരത്തെയും അവതാരപുരുഷനെയും മനസ്സിൽ ധ്യാനിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് പൊതുവേ വ്യാഴപ്രീതി കൊണ്ട് ഈ ദോഷാവസ്ഥകളെ മറികടക്കണം. അതുപോലെ ഉദരരോഗത്തിന് നല്ല സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വയറ്, കീഴ്വയറ്, പാൻക്രിയാസ്, അതുപോലെ തന്നെ ലിവർ, ഈ ഭാഗങ്ങൾ, പ്ലീഹ മുതലായ സ്ഥലങ്ങൾ ഒക്കെ വളരെ ശ്രദ്ധിക്കണം. പൈൽസോ ഫിസ്റ്റുലയോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഓൾറെഡി ഈ അസുഖങ്ങളാൽ ശല്യപ്പെടുത്തുന്നവർ ആ അസുഖങ്ങളുടെ ശല്യപ്പെടുത്തൽ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പൊതുവെ കാര്യങ്ങൾക്ക്, ആരോഗ്യസംബന്ധമായ കാര്യങ്ങൾക്കും ധനപരമായ കാര്യങ്ങൾക്കുമൊക്കെ വളരെ ഊന്നൽ കൊടുക്കണം. സ്വന്തം ആരോഗ്യ സംരക്ഷണത്തിന് കൂടുതലായി ധനം ചെലവഴിക്കേണ്ടി വരുമെന്ന് കാണുന്നു. പ്രത്യേകിച്ചും ഉദരസംബന്ധമായ ശസ്ത്രക്രിയയോ പ്രശ്നങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അങ്ങേയറ്റം കരുതൽ വേണം എന്ന് പറയുന്നു. ഏഴരശനി മാറിയതിൻ്റെ ഗുണം എന്തായാലും അവർക്ക് ഉണ്ടാവുകയും ചെയ്യും. രണ്ടും കൂടി ചിന്തിച്ചു കൊള്ളണം. അപ്പോൾ ഏഴരശനി മാറിയതിനാൽ ചില കാര്യങ്ങളിൽ തടസ്സം മാറുന്നു, പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ വ്യാഴമാറിൽ പോയി നിൽക്കുമ്പോൾ മൂന്നാം ഭാവാധിപത്യം കൂടി ഉള്ളതുകൊണ്ട് മനസ്സ് അങ്ങനെ ചടുലമായാലും അത് ചിലപ്പോൾ ചില അബദ്ധങ്ങളിൽ ചെന്ന് ചാടാമെന്നും പറയുന്നുണ്ട്. ഇതിനിടയിലൂടെ ഒരു വഴി വേണം കണ്ടെത്താൻ. അത് പ്രാർത്ഥനയിലൂടെ, ഏകാഗ്രതയിലൂടെയൊക്കെ കൃത്യമായി വന്ന് ചേരും അവർക്ക്. അങ്ങനെ വരട്ടെ. ഈ സ്തുതികൾ മുന്നോട്ട് കൊണ്ടുപോവുക, പ്രാർത്ഥനകൾ മുന്നോട്ട് കൊണ്ടുപോവുക. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 5ാം ഭാവത്തിലോട്ടാണ് പോയിരിക്കുന്നത്. മാർച്ച് 29 അവരുടെ ജന്മശനി മാറുകയും ചെയ്തു. കഴിഞ്ഞ കുറേ കാലമായി കുംഭക്കൂറുകാർ പല വിധത്തിലുള്ള പീഡനങ്ങളിലൂടെ കടന്നുപോയതായി എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ കഴിയും. പക്ഷേ ഇനി അവർക്കൊരു മാറ്റം തീർച്ചയായും പ്രതീക്ഷിക്കാം. കാരണം 5-ലോട്ട് വ്യാഴം പോവുക എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനത്തേക്ക് പോയി എന്നാണ് അർത്ഥം. വലിയ ഭാഗ്യവും വലിയ പ്രതീക്ഷകളും ഞാൻ ആരോടും അവകാശപ്പെടുന്നില്ല. കാരണം വ്യാഴം പോയി നിൽക്കുന്നത് അത്ര കണ്ട് ഇഷ്ടപ്പെടാത്തൊരു രാശിയിലാണ്. എന്നാൽ ഭാവം കൊണ്ട് 5 വ്യാഴത്തിന് വളരെ ഗുണത്തെ കൊടുക്കും. കഴിഞ്ഞ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ഭാഗ്യവശാൽ ഈ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരിലേക്ക് വന്നണയുന്ന സമയമാണിത്. ലോട്ടറി അടിക്കാം, വിദേശത്ത് പോകാം, സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ അഭിമാനിക്കാവുന്ന നേട്ടങ്ങളുണ്ടാകാം, യാത്രകൾ തരപ്പെടാം. അതുപോലെ പ്രണയ സാഫല്യത്തിന് വഴിയുണ്ട്. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനം, സന്താനലബ്ധിക്ക് കാത്തിരുന്നവർ അതിൻ്റെ കാരണങ്ങൾ കൊണ്ട് മനസ്സ് സന്തോഷിക്കാനുള്ള വകുപ്പുണ്ട്. ധനപരമായ നേട്ടം കാണുന്നു. പുതിയ സംരംഭങ്ങൾ ഓപ്പണായി തുറന്നു കിട്ടുന്നു. അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നു. ജന്മശനി മാറിയതുകൊണ്ട് തന്നെ പ്രധാന തടസ്സവും ശാപങ്ങളും മാറിയിരിക്കുന്നു. ഏഴരശനി പൂർണ്ണമായി മാറിയിട്ടില്ല. അത് 2028 ജനുവരിയിലേ മാറുകയുള്ളൂ. എന്നാലും ഏഴരശനിയിലെ ഏറ്റവും രൂക്ഷമായ കാലഘട്ടം 2023 ജാനുവരി മുതൽ 2025 വിഷ്ണുദേവൻ്റെ അനുഗ്രഹം എന്തായാലും ഒരു വർഷത്തേക്കുണ്ട്. അതുപോലെ തന്നെ ഏഴരശനിയിൽ ഏറ്റവും കാഠിന്യമുള്ള കാലവും കഴിഞ്ഞു. ഇനി ബാക്കി ഗ്രഹങ്ങളുടെ സൗമ്യദീപ്തമായ അനുഗ്രഹങ്ങളും കൂടെ വരുമ്പോൾ തീർച്ചയായിട്ടും കുംഭക്കൂറിന് പിടിച്ചു നിൽക്കാൻ സാധിക്കും. തൻ്റെ കർമ്മവും തൻ്റെ മനസ്സും വിശുദ്ധമാണെങ്കിൽ, പ്രാർത്ഥനാനിർഭരമായ ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ കൂടുതൽ വിജയങ്ങൾ അവർക്ക് കൊയ്യാൻ സാധിക്കും. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മശനി ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ വ്യാഴം 4-ലോട്ട് പോയിരിക്കുന്നു. 4 വളരെ വലിയ സ്ഥലമൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞു കണ്ടകവ്യാഴനാണ്. പക്ഷേ 3-നേക്കാൾ ഭേദമാണ്. അപ്പോൾ 2025 മെയ് 14-ാം തീയതിക്ക് ശേഷം വ്യാഴം 4-ലോട്ട് പോകുമ്പോൾ 3-ൽ നിൽക്കുന്നതിൻ്റെ ദോഷാവസ്ഥകൾക്ക് കുറവ് വരികയും 4-ലെ ചില നേട്ടങ്ങൾ അവർക്കുണ്ടാവുകയും ചെയ്യും. ഒന്ന്, കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഗുണം. അതായത് തൻ്റെ കുടുംബത്തിൽ കൃത്യമായി പോയി വരാനും ഊഷ്മള ബന്ധങ്ങൾ പുലർത്തുവാനും അതുവരെ ഉണ്ടായിരുന്ന ഘർഷണാവസ്ഥകൾ, പിരിമുറുക്കങ്ങൾ അത് കുറയ്ക്കുവാനും കുറച്ചുകൂടി സാമ്പത്തികമായി വീട്ടിൽ ചെലവഴിക്കാനും തക്കവണ്ണമുള്ള കാശ് വരികയും ഒക്കെ ചെയ്യും. പണം ഒരു വലിയ ഫാക്ടറാണല്ലോ പല കാര്യങ്ങളിലും. അതുകൊണ്ട് പണം എത്തുമ്പോൾ ഒരുപാട് ദുഷ്പ്രവണതകൾ ഒഴിവായി പോകും, ഒരുപാട് പിരിമുറുക്കങ്ങൾ മാറും, തളർന്ന മനസ്സ് ഉണർന്നെണീക്കും. ചിലപ്പോൾ പ്രണയവും സ്നേഹവും ഒക്കെ പൂവണിയും. കാശ് കൊടുത്ത് സ്നേഹം വാങ്ങിക്കാമെന്നല്ല, പക്ഷേ കാശ് വരുമ്പോൾ സ്നേഹത്തിന് കുറച്ചുകൂടി ഒരു കുളിർമ ഉണ്ടാവും. അത് ഉറപ്പാണ്. ഒരുപാട് പേർക്ക് അത് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും ആ ഒരു തലത്തിലേക്ക്, 4-ാം ഭാവത്തിലേക്ക് വ്യാഴം വരുമ്പോൾ മീനക്കൂറിന് അങ്ങനെ ഒരു അവസ്ഥയുണ്ടാവും. തങ്ങൾ പ്രവർത്തിക്കുന്ന ഏരിയകളിൽ അവർക്ക് കുറച്ചുകൂടി തങ്ങളുടെ കഴിവ് പ്രകടമാക്കാൻ സാധിക്കും. എന്നാൽ വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കണം. അതുപോലെ തന്നെ മാതാവിനത്ര നല്ല കാലവുമല്ല, അത് പ്രത്യേകമായി ചിന്തിക്കണം. മാതൃബന്ധത്തിൽപ്പെട്ടവരും ഒക്കെ വളരെ ശ്രദ്ധിക്കണം. ഉപാസനാമൂർത്തിയുമായോ കുടുംബവുമായോ ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷമങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഭാഗം വയ്ക്കലുമായി ബന്ധപ്പെട്ട്
ഏറ്റവും വേണ്ടപ്പെട്ട രക്തബന്ധത്തിൽപ്പെട്ടവരുമായി ഒക്കെ ഇടയാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലം കൂടിയാണ് 4-ൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ. അതുകൊണ്ട് മാതാവ്, മാതൃ സഹോദരങ്ങൾ, മാതൃ രക്തത്തിൽപ്പെട്ടവർ, ആ രക്തബന്ധത്തിൽപ്പെട്ടവരുമായിട്ടൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കർമ്മരംഗം കുറച്ചുകൂടി ഇവർക്ക് ആക്റ്റീവ് ആകാനുള്ള സാധ്യത കാണുന്നു. തടസ്സങ്ങളും പ്രശ്നങ്ങളും അവിടെ ഉണ്ട്, പക്ഷേ അതിനെ അതിജീവിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. ഒരു കാര്യം മനസ്സിലാക്കുക, ജന്മശനിയുണ്ട്. ഏറ്റവും ഇത്തിരി പ്രശ്നമുള്ള ഒരു കാലഘട്ടമാണ് ഈ ജന്മശനി എന്ന് പറയുന്നത്. വ്യാഴം 4-ൽ സഞ്ചരിക്കുമ്പോൾ വേണമെങ്കിൽ കേസരി യോഗം എന്നോ കേസരി യോഗം എന്നൊക്കെ പലരും പറഞ്ഞേക്കാം. പക്ഷേ അതൊന്നുമല്ല. ഈ ദോഷങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം രക്ഷ എന്ന് പറഞ്ഞാൽ ശുക്രൻ 2-ലോട്ട് പോകുമ്പോഴും ഒക്കെയുള്ള ഗുണമാണ്. ശുക്രൻ ആകെ ദോഷം ചെയ്യുന്നത് ഗോചരാൽ 25 ദിവസം ഒരു രാശിയിൽ ഏകദേശം ചന്ദ്രൻ നിൽക്കും. 25 ദിവസം ശുക്രൻ ഒരു രാശിയിൽ ഏകദേശം നിൽക്കും. അങ്ങനെ നിൽക്കുന്ന ശുക്രൻ ആകെ മോശസ്ഥിതി ഉണ്ടാക്കുന്നത് 6-ലും 7-ലും 10-ലും സഞ്ചരിക്കുമ്പോൾ മാത്രമാണ്. ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്നും 6-ലും 7-ലും 10-ലും സഞ്ചരിക്കുമ്പോൾ മാത്രമാണ്. അപ്പോൾ ഏകദേശം 75 ദിവസം ഒരു വർഷത്തിൽ, 25×3 സാമാന്യം പറഞ്ഞു കൂട്ടിയതാണ്, മാത്രമേ ശുക്രൻ ദോഷം ചെയ്യുന്നുള്ളൂ. അപ്പോൾ ശുക്രൻ്റെ ഗുണങ്ങൾ ഇവർക്ക് കുറച്ച് അനുകൂലമായി വരാനൊരു സാധ്യതയുണ്ട്. അതുപോലെ ബുധൻ 15 ദിവസം കൊണ്ട് മാറും, ബുധൻ്റെ ഗുണങ്ങൾ കിട്ടാം. അങ്ങനെ വ്യാഴത്തിൻ്റെ ദോഷവശങ്ങളെ, 4-ൽ നിൽക്കുന്ന കണ്ടക വ്യാഴത്തിൻ്റെ ദോഷത്തെ കുറേയൊക്കെ പരിഹരിക്കും. അതുപോലെ തന്നെ ദശാപഹാരം ഛിദ്രം ഇതും കണക്കിലെടുക്കണം. അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ മാറ്റം വരുമെന്ന് തന്നെ ചിന്തിക്കാം. എന്തായാലും വ്യാഴത്തിന് പരിഹാരമായി ഇതാണ് ചെയ്യേണ്ടത്. വ്യാഴാഴ്ച ദിവസം വ്രതശുദ്ധിയോടുകൂടി മത്സ്യമാംസാദികൾ കഴിക്കാതെ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക, വിഷ്ണു സഹസ്രനാമം ചൊല്ലുക, ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം കഴിയുന്നത്ര ജപിക്കുക, ബൃഹസ്പതി പൂജ നടത്തുക. വ്യാഴത്തിന് കൃത്യമായി നവഗ്രഹങ്ങളിൽ വ്യാഴത്തിന് മഞ്ഞപ്പെട്ട് സമർപ്പിക്കുകയോ പാൽപ്പായസത്തിന് നിവേദ്യമായി കൊടുക്കുകയോ അതുപോലെ നെയ്വിളക്ക് കത്തിക്കുകയൊക്കെ ചെയ്യാം. ഇതുതന്നെ വിഷ്ണു ഭഗവാനും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മാറ്റമാവട്ടെ ഈ 2014 മെയ്യിൽ വ്യാഴം മാറുന്നത് എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു വ്യാഴക്കാലമാവട്ടെ. നന്ദി, നമസ്കാരം.